ദൈവനാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, നിങ്ങൾക്കേവർക്കും ജീസസ് വോയിസ് മെസ്സേജ് എന്ന പ്രഭാത ദൈവവചന ധ്യാന ശുശ്രൂഷയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് തിരഞ്ഞെടുത്ത തിരുവചന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം അധ്യായം 26, 14 മുതൽ 16 വരെ. അന്ന് പന്തിരുവരിൽ ഒരുത്തനായ യൂദ ഈസ്കരിയോത്താവ് മഹാപുരോഹിതന്മാരുടെ അടുക്കൽ ചെന്നു, നിങ്ങൾ എന്ത് തരും? ഞാൻ അവനെ കാണിച്ചു തരാം എന്ന് പറഞ്ഞു. അവർ അവന് 30 വെള്ളിക്കാശ് തൂക്കിക്കൊടുത്തു. അന്നു മുതൽ അവനെ കാണിച്ചു കൊടുപ്പാൻ അവൻ തക്കം അന്വേഷിച്ച് പോന്നു. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട വേദഭാഗത്ത് ക്രിസ്തുവിൻ്റെ 12 ശിഷ്യന്മാരിൽ ഒരുത്തനായ യൂദ ഇസ്കരിയോത്താവ് യേശുവിനെ വിലപേശുന്നതും വിലവാങ്ങുന്നതും, തുടർന്ന് യേശുവിനെ ശത്രുക്കൾക്ക് കാട്ടിക്കൊടുക്കുവാൻ തക്കം അന്വേഷിക്കുന്നതുമാണ് വായിച്ചു കേൾക്കുവാനിടയായത്. ഇവിടെ യേശുനാഥൻ വിശ്വസിച്ച് തൻ്റെ ശിഷ്യനായി വിളിച്ച് വേർതിരിച്ച് തിരഞ്ഞെടുത്ത ശിഷ്യൻ തന്നെ ഗുരുവിനെ വിൽക്കുന്നതാണ് നാം കാണുന്നത്. ഇത് ഒരു ഗൂഢാലോചനയാണ്, ഇത് ഒരു വഞ്ചനയാണ്, ഇത് ഒരു ചതിയാണ്. കഴിഞ്ഞ ഏകദേശം 3.5 വർഷം ആ ഗുരുവിനൊപ്പം വസിച്ചവനാണ് ഇപ്പോൾ ഗുരുവിനെ വിറ്റ് കാശാക്കുന്നത്. തുടർന്ന് ഗുരുവിനെ ശത്രുക്കൾക്ക് കാട്ടിക്കൊടുക്കുവാൻ തക്കം പാർത്ത് നടക്കുന്നത്. ഗുരു ശിഷ്യ ബന്ധം വളരെ പരിപാവനമാണ്. അത് അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ തുടരേണ്ട ഒന്നാണ്. ശിഷ്യൻ ഗുരുവിന് മീതെയല്ല എന്ന് കർത്താവ് തന്നെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ഗുരുവിന് കീഴെയുള്ള ശിഷ്യൻ തന്നെ ഗുരുവിനെ വധിക്കുവാൻ കാശ് വാങ്ങുകയാണ്. തുടർന്ന് തക്കമന്വേഷിച്ച് നടക്കുകയാണ്. യൂദായുടെ ഹൃദയത്തെ നമുക്ക് വായിച്ചെടുക്കാം. ദ്രവ്യാഗ്രഹിയായ യൂദ, ചതിയനായ വഞ്ചകനായ യൂദ, നന്ദിയില്ലാത്ത യൂദ കഴിഞ്ഞ 3.5 വർഷം യേശുവിനൊപ്പം ഒരു ശിഷ്യനായി ജീവിക്കുകയും പ്രവർത്തിക്കുകയും പണസഞ്ചി പോലും യേശു വിശ്വസിച്ച് അവൻ്റെ കൈക്കലാണ് കൊടുത്തിരുന്നത്. ഇങ്ങനെ ഗുരു എല്ലാത്തിലും വിശ്വസ്തനായി കണ്ട ശിഷ്യൻ ഇതാ ഗുരുവിനെ ശത്രുക്കൾക്ക് വിറ്റ് കാശാക്കുകയാണ്. ഈ നോമ്പുകാലം നാം ശോധന ചെയ്യപ്പെടേണ്ട വലിയൊരു ചിന്തയാണ് ഇവിടെ നാം കാണുന്നത്. നാം അറിഞ്ഞോ അറിയാതെയോ തത്തുല്യമായ ഏതെങ്കിലും വിശ്വാസ വഞ്ചനയ്ക്ക്, ഏതെങ്കിലും സമ്മർദ്ദങ്ങൾ കാരണം വിധേയരാകുന്നുണ്ടോ? ഇത് ചിന്തനീയമാണ്. ഒരുപക്ഷെ വലിയ മാരക പാപങ്ങളൊന്നും ചെയ്യുന്നില്ല എന്ന് നാം സ്വയനീതീകരിക്കുമെങ്കിലും അറിഞ്ഞും അറിയാതെയും നാം ഗുരുവിനെ അഥവാ യേശുവിനെ
നിന്ദിക്കുന്നവരും പരിഹസിക്കുന്നവരും ചതിക്കുന്നവരും വിശ്വാസ വഞ്ചന കാട്ടുന്നവരുമായി തീരാതിരിപ്പാൻ നാം അനുദിനം നമ്മുടെ ഹൃദയത്തെ ശോധന ചെയ്യേണ്ടത് ആവശ്യമാണ്. അത് യൂദാസിന് വന്ന ആ തെറ്റ് അഥവാ യൂദാസ് ചെയ്ത പാപം നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കുവാൻ നമുക്ക് നമ്മെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ വചനങ്ങളാൽ സർവശക്തനായ ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.